ഈ ഗർഭാശയത്തിൻ്റെ ആവരണത്തിൻ്റെ കോശങ്ങൾ നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ ഓവറിയിൽ കാണുന്ന ഒവേറിയൻ എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥയിൽ ഈ ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഒരു സാധാരണ എൻഡോമെട്രിയോസിസ് ഇല്ലാത്ത ഒരു കുട്ടിയും എൻഡോമെട്രിയോസിസ് ഉള്ളൊരു കുട്ടിയും കൂടെ വന്ന് നമ്മൾ അവർ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥയുള്ളവരിൽ ഒവേറിയൻ ക്യാൻസറിന് സാധ്യത കൂടുതലാണ്. അപ്പം എന്നാൽ നമ്മൾ എൻഡോമെട്രിയോസിസ് ഉണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് ഒരിക്കലും വിവാഹം കഴിക്കാത്ത അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്തൊരു സ്ത്രീയിൽ ഒരിക്കലും നമ്മൾ ഓവറി റിമൂവ് ചെയ്യരുത്. അതൊരിക്കലും ഒരു BRCA മ്യൂട്ടേഷൻ പോലെയല്ല. അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഈ കുട്ടിക്ക് വ്യക്തമായിട്ട് അറിയേണ്ടത് ഡോക്ടർ എന്ത് ടെസ്റ്റ് ചെയ്താൽ എനിക്ക് ക്യാൻസർ വരുമോ ഇല്ലയോ എന്നറിയാം. അങ്ങനെ ഒരു ഡെഫിനിറ്റ് സ്ക്രീനിങ് ടെസ്റ്റ് ഒവേറിയൻ ക്യാൻസറിന് അവൈലബിൾ അല്ല. ഇന്നത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഇത് ഈ ഒരു കുട്ടി മുമ്പോട്ട് പോകേണ്ടതെന്നുള്ളതാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒവേറിയൻ എൻഡോമെട്രിയോസിസ് കണ്ടു. ആ കുട്ടിക്ക് വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് ഇൻ്റർനെറ്റിൽ നിന്ന് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ എങ്ങനെയാണ് ആ കുട്ടി മുമ്പോട്ട് പോകേണ്ടത്? നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആർക്കൊക്കെയാണ് ക്യാൻസറിന് സാധ്യത എൻഡോമെട്രിയോസിസ് ഉള്ളവരിൽ കൂടുതൽ ഉള്ളതെന്നാണ്. 1, ഓവറിയൽ എൻഡോമെട്രിയോസിസ് ഉള്ളവർ. 2, ഇത് വന്ധ്യതയുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ളവരിൽ. 3, 10 വർഷത്തിൽ കൂടുതൽ ഈ അവസ്ഥയുള്ളവരിൽ. ഈ അവസ്ഥ വളരെ നേരത്തെ കണ്ടുപിടിച്ചവരിൽ. അപ്പോൾ എൻഡോമെട്രിയോസിസ് ഉള്ളവർ എന്ത് ചെയ്യണം? ഈ അവസ്ഥയുണ്ടെന്ന് കണ്ടാൽ നമ്മുടെ ഏറ്റവും പ്രയോറിറ്റി ആ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ലഭിക്കുക എന്നുള്ളതാണ്.